നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ 2-3 ആഴ്ചയായി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വം എന്ന വിഷയത്തിൽ തിരുവെഴുത്തുകൾ ആധാരമാക്കി അങ്ങനെയുള്ള പഠിപ്പിക്കലുകളെ പരിശോധിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ആയതിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം. മതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. ആ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. യേശുക്രിസ്തു പറഞ്ഞതായ കാര്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ യഹൂദന്മാരോട്, ഇസ്രായേലിലെ പ്രമാണിമാരോട് യേശു സംസാരിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവരോട് യേശു പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്കു സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതാണ് യേശു അവിടെ ഇവരോട് പറയുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. ഇസ്രായേൽ ജനം, അതിലെ പണ്ഡിതന്മാർ, ഇവരൊക്കെ തിരുവെഴുത്തുകളെ കൂലംകക്ഷമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, സൂക്ഷ്മതയോടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പരിശോധിക്കുന്നത് എന്തുകൊണ്ടെന്നുകൂടി യേശു അവരോട് പറയുന്നുണ്ട്. എന്താണ്? അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ഒരു നിരൂപണം അവർക്കുള്ളത് കൊണ്ടാണ് അവർ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായ ഇസ്രായേലിലെ പ്രമാണിമാർ, അവരോട് യേശു പറയുകയാണ്, അവ എനിക്കു സാക്ഷ്യം പറയുന്നു. നിങ്ങൾ പരിശോധിക്കുന്ന തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നമ്മൾ ഈ ഭാഗം കൊണ്ട് ഇസ്രായേൽ ജനത്തെ, അവരുടെ പ്രമാണിമാരെയൊക്കെ വിമർശിക്കുവാൻ വളരെ ഉത്സാഹം കാണിച്ചേക്കാം. ഇങ്ങനെ അവരെ വിമർശിക്കുവാൻ നാം കാണിക്കുന്ന ഉത്സാഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ക്രൈസ്തവരെന്ന പേരിൽ നാം അഭിമാനം കൊള്ളുന്നവരാണ്, സ്വർഗം കാക്ഷിക്കുന്നവരാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്, യേശുക്രിസ്തുവിലൂടെ രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ രക്ഷയ്ക്കായി, നിത്യജീവനായി എന്തു വിശ്വസിക്കണം എന്നുള്ളത് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിനെ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇവയൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമോ ഭക്തിയോടെ, ഇവയിൽ നിത്യജീവനുണ്ട് എന്നൊക്കെ ഉള്ള വിശ്വാസത്തോടെ, ഭക്തിയോടെ ഇതൊക്കെ വായിച്ചു പോകുമെങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിനായി ചെയ്യേണ്ടത് എന്ത് എന്ന് അറിയില്ല.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ, അദ്ദേഹം എഴുതിയതായ സുവിശേഷം, അതിലെ പല വാക്യങ്ങളും ആളുകൾ തർക്കങ്ങൾക്കും വാദങ്ങൾക്കുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടുവരും. അവ എടുത്തുകൊണ്ടുവരുന്ന ഈ ആളുകൾ ഈ സുവിശേഷം എഴുതിയതിലൂടെ യോഹന്നാൻ അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പരിശോധിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വാക്യങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ സ്ഥാപിക്കുവാൻ വേണ്ടി വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇവരാരും ഈ സുവിശേഷം എഴുതിയതിലൂടെ, നാം അത് വായിക്കുന്നതിലൂടെ എന്തു മനസ്സിലാക്കണമെന്ന്, എന്തു വിശ്വസിക്കണമെന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നതിന് ഒരു വിലയും കൊടുക്കാതെയാണ് ഈ തർക്കങ്ങളും വാദങ്ങളും നടത്തുന്നതാണ് വസ്തുത. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, അതിന് തൊട്ട് മുകളിലത്തെ വാക്യമുണ്ട്, 30 തൊട്ട് വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകമെന്ന് തെറ്റിദ്ധരിക്കണ്ട. യോഹന്നാൻ പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ അഥവാ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചോണേ. യേശു ഇസ്രായേലിലെ പ്രമാണിമാരോട് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നു. അപ്പോൾ തിരുവെഴുത്തുകളിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് യേശു ആരാണ്, യേശു എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, യേശുവിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് ഒക്കെ വളരെ കൃത്യമായ വിശദീകരണങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്തു, ഞാൻ അവർക്ക്, ഇസ്രായേൽ ജനങ്ങൾക്ക്, നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എവിടെയാണ് നമ്മളത് വായിക്കുന്നത്? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതിനെ കുറിച്ച് മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. മതി. അപ്പോൾ ഇവിടെ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് വളരെ കൃത്യമായി യേശുക്രിസ്തു അവരോട് പറയുകയാണ്. മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്ത പ്രകാരം എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് യേശു എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആവർത്തനം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തെക്കുറിച്ച് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. യേശുവിനെ കുറിച്ച് ഇസ്രായേൽ ജനങ്ങളോട്, യഹൂദന്മാരോട് അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മോശ ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവിടെ ഉറപ്പിക്കുന്നത് ദൈവത്താൽ നിയോഗിച്ചയക്കപ്പെട്ട മെസ്സിയാണ് യേശു എന്ന ക്രിസ്തു എന്ന് ഉറപ്പിക്കുന്നതിനായി മോശ ഇപ്രകാരം പറഞ്ഞുവല്ലോ എന്ന് ഇസ്രായേൽ ജനങ്ങളോട്, യഹൂദന്മാരോട് യേശുവിന്റെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 5:39 വാക്യത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. എങ്കിലും അവ എനിക്ക് സാക്ഷ്യം പറയുന്നതാണ്, എങ്കിലും ഈ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവർ ആ തിരുവെഴുത്തുകൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്, യേശുവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് തിരുവെഴുത്തുകൾ പറയുന്നത് എന്താണ് എന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അവയിൽ നിത്യജീവനുണ്ട്. അപ്പോൾ ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല എന്ന് ഇസ്രായേൽ ജനത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ, ഇവിടെ ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ യേശുവിനെ കുറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വളരെ കൃത്യമായി താൻ അവിടെ പറഞ്ഞു കൺക്ലൂഡ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിച്ചിട്ട് യേശു ആരെന്ന് വിശ്വസിക്കണമെന്നാണ് അത് എഴുതിയവനായ യോഹന്നാൻ പറഞ്ഞു വെച്ചത്. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കേണ്ടതിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അല്ലാതെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ട് യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് പറയാനല്ല യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞില്ല യേശു ക്രിസ്തുവാണ് ദൈവമെന്ന്. യോഹന്നാൻ പറയാത്തത്, യോഹന്നാന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ വാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് രക്ഷയില്ല, നിത്യജീവനില്ലെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഇവര് പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു തിരുവെഴുത്തിലും അവർ ഈ പറയുന്ന കാര്യം എഴുതിയിട്ടില്ല. സുവിശേഷം എഴുതിയ യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ ഇത് വായിച്ചിട്ട് വിശ്വസിക്കേണ്ടത് യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇനി യോഹന്നാനെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞു എന്ന് ഒരുത്തരും അവകാശപ്പെടരുത്. യോഹന്നാൻ പറഞ്ഞിട്ടില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിൾ പറയാത്തത്, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ പറയാത്തത് സ്വന്തമായി ഉണ്ടാക്കി പറയുന്നവർ, അവർ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. അവർ ജീവനിൽ നിന്ന് അന്യപ്പെട്ടു പോയവരാണ്. അവർക്ക് നിത്യജീവൻ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ
എന്ത് വിശ്വസിക്കണമെന്നാണ്? യേശു ആരെന്ന് വിശ്വസിക്കണമെന്നാണ്? ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ അന്തസത്ത എന്ന് പറയുന്നത്, ഉദ്ദേശമെന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുക എന്നതാണ് യോഹന്നാൻ അതിലൂടെ ലക്ഷ്യമാക്കിയത്. നമുക്കറിയാം, പലരും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് യേശു ദൈവമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവകാശവാദങ്ങൾ വയ്ക്കും. യോഹന്നാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല യേശു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല യേശുവാണ് ദൈവമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ എവിടെയാണ് യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ നിന്നല്ല ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ യോഹന്നാൻ 1:1 പറഞ്ഞിരിക്കുന്നത് വചനത്തെ കുറിച്ചാണ്. വചനം യേശുക്രിസ്തുവാണെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല യേശുക്രിസ്തുവാണ് വചനമെന്ന്. പിന്നെ വചനം എന്താണ്? വചനം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് യഹോവയുടെ വായിൽ നിന്ന് വരുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യത്തിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് വചനം. അത് യഹോവയായ ദൈവം അയക്കുന്നതാണ്. യഹോവയായ ദൈവം എന്തുദ്ദേശത്തോടു കൂടി തൻ്റെ വായിൽ നിന്നും വചനം അയക്കുന്നുവോ അത് സാധിപ്പിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള സൃഷ്ടി വിവരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് തോന്നി വെള്ളങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന ഒരു വിധാനം വേണമെന്ന്. അപ്പൊ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായി. എന്ത് വേണം? അത് 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 1:6. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും മധ്യേ വേർപിരിവായിരിക്കട്ടെ എന്നു കൽപ്പിച്ചു. അപ്പൊ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? വെള്ളങ്ങളുടെ മധ്യേ വെള്ളങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന, മീതെയുള്ള വെള്ളമെന്നും താഴെയുള്ള വെള്ളമെന്നും വേർപിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിധാനം ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടായി. ആ പദ്ധതിയുടെ എക്സിക്യൂഷന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്നും ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന കൽപ്പന പുറപ്പെടുന്നു. ആ കൽപ്പന യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് യഹോവയായ ദൈവം പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിധാനമുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ
വിധാനമുണ്ടായി. ആ വിധാനത്തിന്റെ എക്സിക്യൂഷന് വേണ്ടി, ആ വിധാനത്തിന്റെ സൃഷ്ടികർമ്മത്തിന് വേണ്ടി യഹോവയായ ദൈവം താൻ ഉദ്ദേശിച്ചത് എന്താണോ അതുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അത് എക്സിസ്റ്റ് ചെയ്യുകയാണ്, ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിധാനമുണ്ടാക്കിയിട്ട് വിധാനത്തിന് അവൻ ആകാശം എന്ന് പേരിട്ടു. 8-ാം വാക്യം, ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. മനസ്സിലായോ? അപ്പോൾ യെശയ്യാ 55:11 നമ്മൾ കാണുന്നത് വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ദൈവം അയക്കുന്നത്, ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായി അത് പൂർത്തീകരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുദാഹരണമാണ് ആകാശത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 33:6, 33:9 എന്നീ വചനങ്ങൾ ഇക്കാര്യത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സങ്കീർത്തനങ്ങൾ 33:9 വാക്യം വായിക്കാം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇപ്പൊ മനസ്സിലായോ? വചനം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് എന്തുദ്ദേശത്തോടുകൂടി യഹോവയായ ദൈവം അയക്കുന്നു, ആ അയക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ അരുളപ്പാടാണ്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിക്കുകയാണ്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമാകുകയാണ് ചെയ്യുന്നത്. ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് അവൻ അരുളി ചെയ്തു, അതങ്ങനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വചനത്തെ കുറിച്ച് തുടർന്നുള്ള വിശദീകരണം കൊടുക്കുന്നത് എന്താണ്? യോഹന്നാൻ 1:3, സകലവും അവൻ മുഖാന്തരമുള്ളവായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം. മുകളിൽ പറഞ്ഞിരിക്കുന്ന വചനം. ഓക്കെ, സകലവും വചനം മുഖാന്തരമുള്ളവായി. ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല. മനസ്സിലായോ? അപ്പൊ ഉളവായത് ഒന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല, സകലവും വചനം മുഖാന്തരം ഉളവായി. വചനം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതെന്തുദ്ദേശത്തോടു കൂടി അവൻ അയക്കുന്നുവോ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 33:6 വാക്യം വായിക്കാം. യഹോവയുടെ വചനത്താൽ ആകാശവും. അപ്പൊ ഇവിടെ ഒന്ന് നിൽക്കണേ. ആകാശം എങ്ങനെ ഉളവായി എന്നാണ് അവിടെ പറയുന്നത്. യഹോവയുടെ വചനത്താൽ ആകാശം ഉളവായി. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? ഉൽപ്പത്തി 1:6 നമ്മൾ വായിച്ചു. ഉൽപ്പത്തി 1:6 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങൾ ഇക്കാര്യത്തിന്റെ വിശദീകരണമാണ്. ആകാശത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യഹോവയുടെ വചനത്താൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് വചനം. വചനത്താൽ യഹോവ അയച്ച കാര്യം സംഭവിച്ചു, ആകാശം ഉളവായി. അതിലെ സകല സൈന്യം ഉളവായത് എങ്ങനെയാണ്? അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഈ വചനമെന്നും ശ്വാസമെന്നും പറഞ്ഞ് വായിലെ ശ്വാസമെന്നും യഹോവയുടെ വചനമെന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശ്വാസം വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. യഹോവയുടെ അരുളപ്പാട്, വാട്ട് ഗോഡ് ഹാസ് ബ്രീത്ത്ഡ്, അതാണ് വചനം. അതാണ് ദൈവത്തിന്റെ ശ്വാസം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇക്കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് വിശദീകരണം തരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ആകാശത്തിലെ സകല സൈന്യവും യഹോവയുടെ വായിലെ ശ്വാസത്താൽ ഉളവായി എന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 33:6 വായിച്ചത്. ഇവിടെ യെശയ്യാവ് വിവരിക്കുമ്പോൾ പറയുന്നത് അതിലെ സകല സൈന്യത്തെയും യഹോവയായ ദൈവം
കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ യഹോവയുടെ വായിലെ ശ്വാസം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ കൽപ്പന, അരുളപ്പാട്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ സ്ഥാപിതമാവുകയാണ്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ വചനത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണങ്ങൾ വിശുദ്ധ വേദപുസ്തകം നൽകുമ്പോഴാണ് യേശു ക്രിസ്തുവാണ് വചനം എന്ന ചില അബദ്ധങ്ങളുമായിട്ട് പലരും വരുന്നത്. യേശു ക്രിസ്തു ഉണ്ടായ ശേഷവും വചനം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കത് കാണാവുന്നതാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നത്, ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യഹൂദന്മാരോട് യേശു പറയുന്നതാണ്, ദൈവത്തോട് കേട്ട സത്യം. യേശു എന്താണ് ചെയ്തത്? ആവർത്തനം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്ത പ്രകാരം ആ വചനത്തെ, യഹോവയായ ദൈവത്തിന്റെ വചനത്തെ എവിടെയാക്കി കൊടുക്കുമെന്നാ പറഞ്ഞത്? ഈ മോശയെ പോലെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന പ്രവാചകന്റെ നാവിന്മേലാക്കി കൊടുക്കും. അവൻ അത് തന്റെ ജനത്തോട് സംസാരിക്കും. മനസ്സിലായോ? യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദത്ത പ്രകാരം എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനായ യേശു ദൈവത്തോട് കേട്ട് ആ സത്യങ്ങളെ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യം ഒന്ന് വായിച്ചു. ആ വാക്യം, എന്നാൽ ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന യേശു ആരാണ്? യേശു പറയുകയാണ്, യേശു മനുഷ്യനാണ്. മനസ്സിലായോ? യേശു വളരെ കൃത്യമായി പറയുന്നു, താൻ ഒരു മനുഷ്യനാണ്. താൻ ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുകയാണ് എന്ന് യേശു സ്വയം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് കേട്ട് മനുഷ്യനോട് സംസാരിക്കുന്ന യേശു എന്ന മനുഷ്യൻ, യഹോവയായ ദൈവം മോശയ്ക്ക് വാഗ്ദത്തം കൊടുത്ത പ്രകാരം തന്റെ വചനം യേശുവിന്റെ നാവിന്മേലാക്കി കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49, 50 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോ വാക്യം. ഞാൻ സ്വയമായി സംസാരിക്കാതെ യേശു സ്വയമായി സംസാരിച്ചിട്ടില്ല. പിന്നെ എന്താ യേശു ചെയ്തത്? എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അപ്പൊ യേശുവിനെ അയച്ച പിതാവ് കൽപ്പന കൊടുത്തിരിക്കുകയാണ്, എന്തു സംസാരിക്കണമെന്നും എന്തു പറയണമെന്നും. തുടർന്ന് അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. മനസ്സിലായോ? യേശു പറയുകയാണ്, യേശുവിനെ അയച്ച പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് യേശു അറിയുന്നു എന്നാണ് യേശു അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് നിത്യജീവൻ? യേശുവിനെ അയച്ച പിതാവിന്റെ കൽപ്പന, അവന്റെ അരുളപ്പാട് നിത്യജീവനാണ് എന്ന് യേശു അറിയുന്നു. ആകയാൽ തുടർന്ന് വായിക്കോ. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? യേശു സ്വയമായി സംസാരിക്കാതെ യേശുവിനെ അയച്ച പിതാവ് എന്തരുളി ചെയ്യുന്നുവോ അത് അപ്രകാരം കേട്ടിട്ട് ആ സത്യങ്ങളെ മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് താനെന്ന് യേശു ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ട് എന്നുള്ള വസ്തുത വ്യക്തമാണ്. അതുണ്ട്
ഉണ്ടാകണമെങ്കിൽ ഇത് വായിച്ചിട്ട് കാര്യമില്ല, വെറുതെ കേട്ടിട്ട് കാര്യമില്ല. യേശുവിൻ്റെ അടുക്കൽ വരണം. യേശു പറയുന്നത് കേൾക്കണം. യേശു പറഞ്ഞത് കേൾക്കണം. യേശു പറഞ്ഞത് കേൾക്കുന്നതാണ് യേശുവിനോടുള്ള സ്നേഹം. അല്ലാതെ യേശുവിനെ പിടിച്ച് യേശുവിനില്ലാത്ത പദവികൾ നൽകി അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. യേശുവിന് വേണ്ടത്, യേശുവിനെ അയച്ചവനായ ദൈവത്തിന് വേണ്ടത് അവന്റെ വചനങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ യേശു ക്രിസ്തു അതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ 6:28 വായിച്ചേ. യേശു അവരോട് യോഹന്നാൻ 6:28 അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പൊ യഹൂദന്മാർ യേശുവിന്റെ പ്രസംഗം കേട്ട യഹൂദന്മാര് യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? യേശു അവരോട് ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനസ്സിലായോ? നിങ്ങൾ യേശുവിനെ പിടിച്ച് ദൈവമാക്കാൻ നടന്നിട്ട് ഒരു കാര്യവുമില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്ത് വിശ്വസിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? എന്ത് വിശ്വസിക്കണമെന്നാണ് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞത്? അവരെല്ലാം പറഞ്ഞത് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നുവെന്ന് യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം ഇക്കാര്യം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം അവിടെ വായിക്കുന്നത് എന്താണ്? യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. മനസ്സിലായോ? യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്നാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ നിന്നിൽ ദൈവം വസിക്കുന്നു, നീ ദൈവത്തിലും വസിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അരക്കിട്ടുറപ്പിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ എൻ്റെ പ്രിയരെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതല്ലാതെ ഇല്ലാത്ത പദവികൾ കൽപ്പിച്ചു കൊടുത്ത് യേശുവിനെ അവഹേളിക്കുകയല്ല വേണ്ടത്. യേശു ക്രിസ്തു പറഞ്ഞത് കേട്ട് യേശു ക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം വായിച്ചോ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിനെ അയച്ചവനിൽ വിശ്വസിക്കേണ്ടതിനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ മുഴുവനും. യേശുവിനെ അയച്ചവനായ ഒരുവനുണ്ട് എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തു എപ്പോഴും സംസാരിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു പോലും തന്നെ അയച്ചവനും തന്റെ പിതാവുമായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ യേശുവിന്റെ ദൈവമാണ്, അവൻ യേശുവിന്റെ പിതാവാണ് എന്നതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരുടെയും പിതാവും ദൈവവുമാണ് യേശുവിന്റെ ദൈവമെന്നാണ് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു വെക്കുന്നത്. യേശു ക്രിസ്തുവിനെ അയച്ചവനായ ഒരുവനുണ്ട്, അവനാണ് ഒരേ ഒരു സത്യദൈവം. അവനെ വിശ്വസിക്കുന്നതിനാണ് യേശു പഠിപ്പിച്ചത് മുഴുവനും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരുത്തരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ യേശു പറഞ്ഞ വചനങ്ങളെ കൈക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. അല്ല എങ്കിൽ നിത്യജീവനിൽ നിന്ന്
അന്യപ്പെട്ടു പോകും. ആയാൽ എൻ്റെ പ്രിയരെ, നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്നല്ല. യേശു ക്രിസ്തുവിന് ഇല്ലാത്ത പദവികൾ നൽകി യേശുവിനെ അവഹേളിക്കാനല്ല, മറിച്ച് യേശു പറഞ്ഞത് സ്വീകരിക്കുക. യേശു പറഞ്ഞതിനെ സ്വീകരിക്കുക. യേശു പറഞ്ഞതിനോട് കൂട്ടാനും കുറയ്ക്കാനും ഒരുത്തർക്കും അധികാരമില്ല, അവകാശമില്ല. അതിനോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവർ തെറ്റാണ് ചെയ്യുന്നത്. അവർ യേശുവിനെ അനുസരിക്കുന്നവരല്ല, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരല്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്. 2 ലേഖനം 9-10 വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ആകാൽ എൻ്റെ പ്രിയരെ, ഇവിടെ യേശു പറയുന്നത് തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവമാക്കണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവകാശമായി മാറണമെന്നുണ്ടെങ്കിൽ തിരുവെഴുത്തുകളിൽ നിലനിൽക്കണം. യേശു ക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളോട് അനുസരണം കാണിക്കണം. അതൊന്നുമല്ലാത്ത സംഘടന വേണം, പിള്ളേരുടെ കല്യാണം നടക്കണം, ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കണം, ചത്ത കുഴിച്ചിടണം, ഇങ്ങനെയുള്ളതായ ഉദ്ദേശത്തോടുകൂടി ഒരു സംഘടന വേണമെന്നുള്ളത് മാത്രമാണ്, ഒരു സമൂഹം വേണമെന്ന് മാത്രമാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഈ ഭൂമിയിലെ ഭൗതിക ആവശ്യങ്ങൾ മാത്രമാണ്. നിത്യജീവനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിനെ അയച്ചവനായ പിതാവെന്ന ഒരേ ഒരു സത്യദൈവത്തിൽ വിശ്വസിക്കാതെ യാതൊരു വഴിയുമില്ല എന്ന് നിങ്ങൾ തിരുവെഴുത്തുകൾ ആധാരമാക്കി അരക്കിട്ടുറപ്പിച്ചുകൊള്ളുക. ആകയാൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യജീവന്റെ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുവാനും പഠിക്കുവാനുമുള്ള മനസ്സ് വെച്ചുകൊണ്ട് സമർപ്പണത്തോടെ, ജാഗ്രതയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുക. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുക. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ